ഇവിടെ സ്റ്റേറ്റ് ഇന്റലിജൻസിന്റെ പരാജയമുണ്ട്, സെൻട്രൽ ഇന്റലിജൻസിന്റെ പരാജയമുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട മെട്രോപൊളിറ്റൻ സിറ്റീസിലെല്ലാം ഉണ്ട്, IB-യുടെ പ്രവർത്തനമുണ്ട്. ഞാൻ ഇന്ന് കൃത്യമായിട്ട് ഈ വാർത്ത അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്. NIA ഉണ്ട്, വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോ അവരുടെ ഫെയിലിയർ അത് തന്നെയല്ലേ നമ്മളെ പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത്. എന്തുകൊണ്ട് ഇതിനൊരു ഫോളോ അപ്പ് അതിലേക്ക് ആരും പോകുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവതരമായിട്ട് ചർച്ച ചെയ്യേണ്ടതല്ലേ? ചെയ്യേണ്ടതാണെന്നാണല്ലോ തുടക്കത്തിലേ ഞാൻ പറഞ്ഞത്. എന്നുവെച്ചാൽ അത് ഫെയിലിയർ എന്നുള്ളത് ഒരു വശത്തുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിഷയം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണെന്നുള്ളതാണ്. ഈ ഒരു ഭീകരത, ഇസ്ലാമിക ഭീകരത എന്ന് പറയുന്നത്. നമുക്ക് പലതരം മതങ്ങൾ ഇവിടെ ഉണ്ട്, പലതരം ഭീകരതകളുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ഇന്നിപ്പോ നമ്മളിവിടെ കാണുന്നത് ഈ ഇസ്ലാമിക ഭീകരത അല്ലേ ഇവിടുത്തെ പ്രശ്നം. അത് അംഗീകരിച്ച് അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുമ്പോ ആ ഒരു വിഷയത്തെ അവിടെ മനസ്സിലാക്കി എന്നുള്ളത് വരണം. അത് വരുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. വരുന്നുണ്ട് എന്ന് നമുക്ക് കാണുന്നില്ല. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഇപ്പൊ അതിന്റെ ഇരകളായിട്ട് കൂടി നിൽക്കുന്ന ആളുകളാണ്. ഇപ്പൊ ഇവിടെ ജാനകി ടീച്ചറുടെ അനുഭവങ്ങൾ അവിടെ പങ്കുവെക്കേണ്ടായി. അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളത് വ്യക്തികൾ എന്നുള്ള രീതിയിൽ. എന്തുകൊണ്ട് ഇവിടെ എക്സ് മുസ്ലിം എന്നൊക്കെ ഇങ്ങനെ പേരിട്ട് നടക്കേണ്ടി വരുന്നു, എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് ഇതിന്റെ പ്രശ്നം. ഇത് ഇപ്പോ ഏതെങ്കിലും ഒരു ഹിന്ദു മതം വിടുന്നു, അതിന്റെ ബുദ്ധിമുട്ട് അവന്റെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഇനി കൂടിപ്പോയ അപ്പുറത്തെ അങ്ങാടിയിലുള്ള ഒരാളും കൂടി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് വരാം. അതിനപ്പുറത്തേക്കൊന്നും പോകാനില്ല. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. നമ്മളിവിടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഐസിസും അതിന്റെ അപ്പുറത്തേക്ക് വല്ലവരും ഉണ്ടെങ്കിൽ അതിന്റെയും കൂടി സഹകരണത്തോടു കൂടിയുള്ള നീക്കങ്ങളാണ് നമുക്കെതിരെയൊക്കെ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ട് നടക്കുന്നത്. അതിനൊരു വലിയ സംവിധാനമുണ്ട്. അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇപ്പോ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാഴ്ച ഒരു ലോൺ വോൾഫ് അറ്റാക്സ് ആണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്. അല്ലാതെ സംഘം ചേർന്നിട്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അത് ഐസിസ് തന്നെ അവരുടെ തന്നെ ഒരു പുതിയ നിലപാടായിട്ട് കഴിഞ്ഞ റമദാനിൽ അവർ പുറത്തുവെച്ച ഒരു ആശയമാണ്. കഴിഞ്ഞ തവണയും വെച്ചു, അതിന് മുന്നത്തെ തവണയും വെക്കുണ്ടായി. അതായത് ഇനി നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിങ്ങളാലാവുന്ന രീതിയിൽ നിങ്ങളാലാവുന്ന കെൽപ്പുള്ള സംഗതികൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കൈ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ജിഹാദ് ചെയ്യുക. ഇതാണ് ഐസിസ് ഏറ്റവും ലാസ്റ്റ് കൊടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അത് ഏറ്റെടുക്കാൻ ഇവിടെ ആളുണ്ടായി. അതാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ നമ്മളുടെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഓസ്ട്രേലിയയിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലും വർക്ക് ചെയ്യുന്ന ആളുകൾ, അതിൽ PhD ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ ആയിട്ട് നമ്മൾ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവരിലൂടെ നമുക്ക് കിട്ടുന്ന കാഴ്ച, ആ ഒരു ഉൾക്കാഴ്ച എന്ന് പറയുന്നത്, ഓസ്ട്രേലിയയില് ഈ ഡീറാഡിക്കലൈസേഷൻ പ്രോഗ്രാമിൽ വന്നിട്ടുള്ള ആളുകളുടെ കണക്കെടുത്ത് കഴിയുമ്പോൾ അതിൽ 50% കുട്ടികളാണ്. എന്ന് വെച്ചാൽ 50% കുട്ടികളെ ആണ് അവർ ഇതിനകത്തേക്ക് ടാർഗറ്റ് ചെയ്തതിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അവരെയാണ് ഈ ഒരു തീവ്രവാദത്തിൽ നിന്ന് പുറത്തു കടത്താൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ കുട്ടികൾ എന്ന് പറയുമ്പോൾ ആ ഒരു ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 12-14 വയസ്സ് താഴെയുള്ള കുട്ടികൾ. ആ ഒരു മേഖലയിലുള്ള അവരുടെ കുട്ടികൾ വന്നു പെടുമ്പോൾ അവരെത്രത്തോളം ഇതിനകത്തേക്ക് ബോധപൂർവം ചെയ്യുന്നു, അവരെങ്ങനെ ഇതിനകത്തേക്ക് മാനിപ്പുലേറ്റ് ചെയ്യുന്നു, ഇതെല്ലാം നമുക്കിവിടെ കാണുകയാണ്. ഓസ്ട്രേലിയയിൽ ഏറ്റവും ഒടുവിൽ നടന്ന ചില അക്രമങ്ങൾ 17 വയസ്സും 16 വയസ്സുള്ള കുട്ടികളെയാണ് അവര് ഉപയോഗിച്ചത്. അവരുടെ കയ്യിലേക്ക് ആയുധങ്ങൾ കൊടുത്തു വിടുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതെല്ലാം ഈ ഒരു വലിയൊരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഇത് ചെയ്തു വെക്കുമ്പോൾ അതിലേക്ക് വഴിവെക്കാൻ സാധ്യതയുള്ള ഓരോ വഴിയും, അതല്ലെങ്കിൽ ഓരോ ഡോർ എൻട്രിയും അത് നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന സത്യസാരണി പോലുള്ള സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇത് തന്നെയാണ്. ഇതില് സ്റ്റേറ്റിന്റെ പങ്കില്ലേ, സെൻട്രലിന്റെ പങ്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു കാര്യം നമുക്കറിയാലോ, ഇന്റലിജൻസ് അവിടെ ഇത് തമ്മിൽ കൈകോർത്തുകൊണ്ട് പ്രവർത്തിക്കേണ്ട സംഗതിയാണ്. അത് ഞങ്ങളുടെ അല്ല, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞ് മാറ്റി നിൽക്കുന്ന അല്ലെങ്കിൽ മാറി നിൽക്കേണ്ട ഒരു സംഗതി അവിടെ ഇല്ല. പക്ഷെ എന്നാൽ പോലും ഇവിടെ നമ്മൾ പഴി ചാരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പോലെയാണ് നമുക്ക് ഇതിനകത്ത് മൊത്തം വിഷയം നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. പക്ഷെ അതിനു മുന്നേ നമ്മളിവിടെ കാണുന്നത് ഈ വിഷയത്തിന്റെ ഗൗരവം, അത് ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്ന വിഷയത്തിന്റെ ആ ഒരു ഗൗരവം അത് മനസ്സിലാക്കുന്നതിലും അത് ഉയർത്തി പിടിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം കാണുന്നത് വരേക്കും അതിനുവേണ്ടി പ്രയത്നിക്കുക എന്ന് പറയുന്ന ആ നിലയ്ക്കുള്ള ഒരു നിലനിൽപ്പ് അത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അവിടെയാണ് ഇതിന്റെ പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഏറ്റവും താഴെ തട്ട് മുതൽ അങ്ങ് മുകളിലേക്ക് വരെ ഇത് പോകുന്നു. ഇപ്പോഴത്തെ നമ്മൾ ഈ പരിപാടി തുടങ്ങുന്നതിന് കുറച്ചു മുന്നേ ഷമ മുഹമ്മദ്, നമ്മളുടെ കോൺഗ്രസിന്റെ വക്താവ്, അവരൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, ട്വിറ്ററിൽ കണ്ടതാണ്. അതായത് ജമാഅത്ത് ഇസ്ലാമി ഒരുക്കിയ ഒരു ഇഫ്താർ വിരുന്നിൽ ഞാൻ പങ്കെടുത്തിരിക്കുന്നു. രാവിലെ ഞാൻ ഹോളി അവിടെ ആഘോഷിച്ചു. ഇപ്പൊ വൈകിട്ട് നോമ്പ് തുറക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ വേദിയിലാണെന്ന് പറഞ്ഞിട്ട് ഒരു സെൽഫി, അവിടെ ഒരു ഫോട്ടോ ഇട്ടിരിക്കുകയാണ്. അപ്പൊ ആരാണ് ഈ ജമാഅത്ത് ഇസ്ലാമി? ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് എന്താണ് അവരുടെ മുന്നോട്ട് വെക്കുന്ന ആശയം? അവർ മുന്നോട്ട് വെക്കുന്ന ആശയം ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്നുള്ളതല്ല. ഇഖാമത്തുദ്ദീനും
ഹുക്കുമത്തെ ഇലാഹി അല്ല അവർ മുന്നോട്ട് വെക്കുന്നത്. അതെന്താണ് അതിന്റെ ഔട്ട്കം? ഇസ്ലാമിക രാജ്യമാണ്, ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കണമെന്ന് ലക്ഷ്യം വെച്ച് നടക്കുന്ന ആളുകളാണ് അവര്. അപ്പൊ അവരുടെ വേദിയിൽ അവരുടെ ആ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുന്നു, അത് വലിയ തോതിൽ ഇതുപോലെ കൊട്ടിഘോഷിക്കുന്നു. ഇനി അത് മാത്രമാണോ? ഇതേ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോട് കൂടിയല്ലേ ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നത്? അവരുടെ മിഷൻ ഡോക്യുമെന്റിൽ അവർ എഴുതി വെച്ചിരിക്കുന്ന സംഗതികൾ ജമാഅത്ത് ഇസ്ലാമി പറയുന്ന കാര്യങ്ങൾ തന്നെയല്ലേ. അവരതിന് കൂട്ടുപിടിച്ചത് മുസ്ലിം ബ്രദർഹുഡ് പോലെയുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ പിൻബലമുള്ള സംഘടനകളുടെ ആ രീതിയല്ല അവർ കൂട്ടുപിടിച്ചിരിക്കുന്നത്. SDPI ഈ PFIയുമായിട്ടുള്ള ബന്ധം നമുക്കറിയുന്നല്ലേ. ഇതെല്ലാം കൂട്ടി എടുത്ത് നോക്കുകയാണെന്ന് ഇതെല്ലാം ഒരു ചരട് പിടിച്ച് അങ്ങ് പോയി കഴിഞ്ഞാൽ ചെന്നെത്തുന്നത് എവിടെയാണ്? അത് ജമാഅത്ത് ഇസ്ലാമിയിൽ ആദ്യം എത്തും. ജമാഅത്ത് ഇസ്ലാമിൽ നിന്നും പിന്നെയും പിന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇസ്ലാമിലെത്തും. അപ്പോൾ ഇതെല്ലാം ഈ ഇസ്ലാം എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്നാണ് ഈ വരുന്നത്. ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വശത്ത്. എന്ന് മാത്രമല്ല, ഇതിനെ നോർമലൈസ് ചെയ്ത് മാറ്റാണ്. ഈ തീവ്രവാദം ഒന്നും തീവ്രവാദമല്ല, നിങ്ങൾ പൊട്ടിയാലും പൊട്ടിയില്ലെങ്കിലും ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള വഴിയൊക്കെ ഇവിടെ ഉണ്ട് എന്ന ഒരു ആ ഒരു എയർ അത് പുറത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇത് സത്യത്തിൽ ഈ തീവ്രവാദം പ്രവർത്തനവും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ട തിന്നേണ്ടി വരുമെന്നുള്ളൊരു ഭയം സൃഷ്ടിക്കാൻ ഒരു വശത്ത് ശ്രമിക്കുമ്പോൾ മറുവശത്ത് അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, അത് കുറച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവും, വാർത്തയൊക്കെ വരും. ഈ ടിപ്പർ ലോറിയുടെ അപകടം പോലെയാണ്, ആദ്യത്തെ 2-3 ദിവസം കുറച്ച് വാർത്തയൊക്കെ ഉണ്ടാവും, പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ കുശാലാണ് എന്ന രീതിയിലേക്ക് വരുന്നു. അതിന് കൂട്ടു നിൽക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ ഈ കേന്ദ്ര ഏജൻസി, കാരണം ഈ പണിക്കും ഇറങ്ങി തിരിച്ച കേന്ദ്ര ഏജൻസിയാണല്ലോ, അവരാണല്ലോ ഇതിന്റെ വെട്ടി തുടങ്ങി അതിന്റെ വേരടക്കം കൊണ്ടുകൊണ്ട് ബാധ്യത വെട്ടി തുടങ്ങുന്ന ആളുകൾക്കല്ലേ. അപ്പൊ അതിന് മുകളിലുള്ള ഭാഗമൊക്കെ വെട്ടി ജില്ലയൊക്കെ വെട്ടി മരം കൊണ്ടുപോയിട്ട് വേരിനി സ്റ്റേറ്റ് നോക്കിക്കോ എന്ന് പറയുന്നതിലും ശരിയില്ലല്ലോ. അത് മൊത്തം അത് കൈകാര്യം ചെയ്യേണ്ട ബാധ്യത അവർക്കുള്ളപ്പോ അതിൽ നിന്ന് കൈ കഴുകിയിട്ട് മാറി നിന്നിട്ട് ഇതുപോലെ ഈ സംഗതി ഇത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ പ്രവൃത്തിയായിട്ട് മുന്നോട്ട് പോകാം എന്ന ഒരു ധാരണ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ നമ്മളിവിടെ തുടക്കത്തിൽ പറഞ്ഞു ഈ വാർത്ത പേരോടെയും കണ്ടില്ല. അപ്പൊ അതിന്റെ കാരണം ഇത് പഴയ വാർത്തയാണ് എന്നുള്ളതാണ്. എന്നാൽ പഴയ വാർത്ത എല്ലായിടത്തും ഉണ്ടോ? അതുമില്ലല്ലോ. പുതിയ വാർത്ത ആയിട്ട് എവിടെയും കണ്ടില്ല എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പഴയ വാർത്ത എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതും പല സ്ഥലങ്ങളിലും ഇല്ല. അന്ന് വാർത്ത ഒക്ടോബറിൽ വരുമ്പോ ഇത് ഈ പറയുന്ന ഏതാനും ചില ചാനലുകളിൽ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ഇംഗ്ലീഷ് മീഡിയ അതിനകത്ത് കുറച്ച് വന്നിട്ടുണ്ട്. അല്ലാതെ മലയാളം മീഡിയ ഇത് വലിയ തോതിൽ ഏറ്റെടുത്തിട്ട് ഇതൊരു പ്രശ്നമായിട്ട് അവതരിപ്പിച്ച് അതിനു വേണ്ടിയിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമാണെന്നുള്ള രീതിയിൽ പ്രശ്നവൽക്കരിച്ച് അല്ലെങ്കിൽ ആ ഒരു സംഗതി എന്താണെന്ന് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആത്മാർത്ഥമായ ശ്രമം അത് നമുക്ക് കാണാൻ കഴിയില്ല. പലപ്പോഴും ഇവരൊക്കെ കൊടുക്കുന്ന വാർത്ത വായിക്കുമ്പോൾ തന്നെ പ്രൂഫ് എഡിറ്റിംഗ് പോലും മര്യാദയ്ക്ക് ചെയ്യാതെ ഈ കുത്തും കോമയൊക്കെ തെറ്റിച്ചിട്ടുകൊണ്ട് വായിക്കുന്ന ആളുകൾക്ക് ഇതെന്തേലും ആവട്ടെ എന്ന് പറഞ്ഞ് വായന പോലും പകുതിക്ക് വെച്ച് നിർത്തുന്ന രീതിയിൽ വാർത്ത കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. എന്ന് വെച്ചാൽ അത്രമാത്രം അശ്രദ്ധ അല്ലെങ്കിൽ അതിനകത്തൊരു ഒരു ഉദാസീനത നമുക്ക് കാണാൻ കഴിയും. എന്തിനാണ് ഇവര് വായിക്കുന്നത്, എന്തിനാണ് ഇവര് ഈ വഴി ഒരുക്കി കൊടുക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഇത് അവരെയും കൊണ്ടേ പോകുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ തിരിച്ചറിയുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ വിദ്യാസാഗർ ഗുരുമൂർത്തി. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ സംശയിക്കേണ്ടത് PFI പോലുള്ള നിരോധിക്കപ്പെട്ട പ്രസ്ഥാനങ്ങൾ അത് വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നു എന്ന് തന്നെയല്ലേ, അല്ലെ? തീർച്ചയായിട്ടും അത് എന്താ ഞാൻ പറഞ്ഞല്ലോ, ബേസിക്കലി ഒരു മതത്തെ അടിസ്ഥാനപ്പെടുത്തിയ സംഘടനയെ നിരോധിക്കുക എന്നുള്ളത് തന്നെ